ശശി തരൂരിനെ പോലുള്ള നേതാക്കന്മാർ പാർട്ടിയോട് വല്ലാതെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കോൺഗ്രസ് ഒരു വഴിക്ക്, ശശി തരൂർ മറ്റൊരു വഴിക്ക് എന്നുള്ള നിലയ്ക്കായിട്ട് ഒത്തിരി കാലമായി. അദ്ദേഹം BJP-യിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം BJP പോണില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അദ്ദേഹത്തോട് സത്യം പറഞ്ഞാൽ ഭയങ്കര കുശുമ്പാ പൊതുവെ എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ പഠിപ്പ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്, ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം, പിന്നെ അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ എന്താ പറയുക, ആൾക്കാർക്കുള്ളൊരു താല്പര്യം, ഇതെല്ലാം കോൺഗ്രസ്സിലെ ഓരോ വ്യക്തികൾക്കും കുശുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുള്ള ഒരു ഇത് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ പരിപാടികൾക്ക് വിളിച്ചാൽ അദ്ദേഹം വരും. പക്ഷെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് പരിപാടി നടത്തുള്ളൂ. കാരണം അദ്ദേഹം വന്നാൽ എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് പോകും. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ അപമാനിക്കൽ കുറേ സഹിച്ചിട്ടുണ്ട് ആൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നും ആൾ പ്രതികരിക്കില്ല. കാരണം ആൾക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ പണ്ടത്തെ എൻ്റെ കാര്യം പറഞ്ഞാൽ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത്രയൊരു ഇതുള്ളതാണ്. പക്ഷെ ഒരു പരിധി എല്ലാത്തിനും ഇപ്പം ഞാൻ പരിധി വിട്ടപ്പോൾ ഞാൻ പ്രതികരിച്ചില്ല. അങ്ങനെ എല്ലാവർക്കും കൊണ്ട് സഹിക്കാം. എൻ്റെ അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സമീപഭാവിയിൽ അപ്പോൾ തരൂരിനെ BJP-ക്ക് പ്രതീക്ഷിക്കാമോ? തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്. കാരണം ഒരാളുടെ മനസ്സ് നമുക്ക് വേറെ ആൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് അവിടെ തുടരാൻ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള അപമാനമാണ് അദ്ദേഹം സഹിക്കുക. ഇപ്പം അടുത്ത് തന്നെ ഉണ്ടായ കാര്യം അറിയില്ലേ, ഇത്രയും വലിയൊരാൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട്, അതും പുറമേ പോയാൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയുന്ന ഒരാൾ, അങ്ങനെ ആൾ കയ്യിലുള്ളപ്പോൾ ആദ്യം നമ്മുടെ തലയിൽ ഇപ്പോൾ ആളെ പറഞ്ഞേക്കണം എന്നല്ലേ. എന്തുകൊണ്ട് ആളുടെ പേര് കൊടുത്തില്ല? അതായത് ഇതിപ്പോൾ രാഷ്ട്രീയമല്ലല്ലോ. എല്ലാ പാർട്ടിക്കാരും കൊണ്ട് മുസ്ലിം ലീഗ് പോയി, LDF പോയി, ഈവൻ സ്റ്റാലിൻ വരെ കനിമൊഴീനെ വിട്ടു. എല്ലാവരും. കോൺഗ്രസ് മാത്രം എന്താ പ്രശ്നം? അത് രണ്ടു വാക്ക് പറയാൻ അറിയുന്ന ആൾക്കാർ വേണ്ടേ അവിടെ പോയിട്ട്? അല്ലാണ്ട് അവിടെ പോയി ഈ താറും കുത്തി നടന്ന് ഹിന്ദി മാത്രം പറയുന്ന ആൾക്കാർ അവിടെ പോയിട്ട് എന്ത് പറയാനാ? ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഇന്ത്യയുടെ ഒരു മനസ്സ് അവിടെ പറയാൻ അദ്ദേഹത്തിന് പറ്റും. അങ്ങനത്തെ ആൾക്കാരല്ലേ വിടേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ആരും പോയി ഷൈൻ ചെയ്യണ്ടെന്നൊരു തോന്നലായിരിക്കും. ഇതിൽ പറ്റിയൊരു ഈഗോ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ.